ഹലോ മൈ ഡിയർ ലോ ആസ്പിരൻസ്. ജോബ് സെക്യൂരിറ്റിയുടെ ലോ എമിനൻസിൻ്റെ ഈ പുതിയ വീഡിയോയിൽ LLB കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കാണാൻ സാധ്യതയുള്ള വിവിധങ്ങളായിട്ടുള്ള ഗവൺമെൻറ് സെക്ടറിലുള്ള സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, പബ്ലിക് സെക്ടറിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ലോ എൻട്രൻസിന് പഠിക്കാൻ തന്നെ ആലോചിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പാരൻസും ചിലപ്പോൾ ചർച്ചയിൽ വരുന്നൊരു ചോദ്യമാണ്, എത്ര ആൾക്കാരാണ് LLB പഠിക്കുന്നത്, നീയിപ്പോൾ വക്കീലായിട്ട് എങ്ങനെ ഷൈൻ ചെയ്യാൻ പോകുന്നതാണ്. അപ്പം വക്കീലായി പോവുക എന്നുള്ളത് ലോ കഴിഞ്ഞാലുള്ള വൺ ഓഫ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, മോസ്റ്റ് വിസിബിൾ കരിയർ ഓപ്പർച്യൂണിറ്റി അത് തന്നെയാണ്. പക്ഷേ പബ്ലിക് സെക്ടറിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിലോ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നോക്കിക്കാണുന്ന ഒരു കരിയർ ആസ്പിരൻറ്റിന് വലിയൊരു സുരക്ഷിതത്വം അവിടെയുണ്ട്. സെക്കൻഡ് തിങ് ഈസ് ജോബ് സെക്യൂരിറ്റി. ഈ പറയാൻ പോകുന്ന പല കരിയർ ഓപ്ഷൻസിലും എൻട്രി ഈസ് ഡിഫിക്കൽട്ട്. എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കരിയറും അവിടെയുള്ള ബാക്കിയുള്ള ഗ്രോത്തുകളും ഒരു സ്വാഭാവികമായ ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്ത് വക്കീലായിട്ട് സമയമെടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മടിക്കുന്നവർക്കും ലോ മേഖലയിൽ LLB കഴിഞ്ഞാൽ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനുള്ള ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തരുന്നത്. നർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ ആണ് ജോബ് സെക്യൂരിറ്റിയുടെ ടാഗ് ലൈൻ തന്നെ. വി ഡോണ്ട് ജസ്റ്റ് ബിലീവ് ദാറ്റ് നിങ്ങളെ ഒരു എൻട്രൻസ് പാസ്സാക്കി അങ്ങോട്ട് വിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ LLB പഠിക്കുമ്പോൾ തന്നെ ഇത്തരം കരിയേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ ആ പഠിത്തത്തിൽ വരുത്തേണ്ട ഒരു മാറ്റവും അപ്പം അത്തരം ഗുണകരമായ ഫാക്ട്സ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അതാണ് ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലാദ്യം എനിക്ക് നിങ്ങളോട് ഒരു വലിയ പോസിബിലിറ്റി ഉള്ള, വളരെ പ്രസ്റ്റീജുള്ള, വളരെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള, എന്നാൽ ജോബ് സെക്യൂരിറ്റി ഉള്ള ജോലിയിൽ പെടുന്ന ഒന്നാണ് RBIയിൽ നമുക്ക് ഗ്രേഡ് B ലീഗൽ ഓഫീസറായിട്ടുള്ള ടെസ്റ്റുകൾ കാലാകാലത്ത് നടക്കാറുണ്ട്. എല്ലാ കൊല്ലവും നടക്കണമെന്നില്ല. PSC പരീക്ഷ പോലെയുള്ള അതിൻ്റെ വേക്കൻസി വരുമ്പോൾ നോട്ടിഫൈ ചെയ്ത് വരുന്നതാണ്. RBIയിലെ ഒരു ഗ്രേഡ് B ലീഗൽ ഓഫീസറായി കയറുക എന്ന് പറഞ്ഞാൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ വെരി ഗുഡ് കരിയർ ഓപ്പർച്യൂണിറ്റി. വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫൈനാൻഷ്യൽ റെഗുലേറ്ററി ബോഡി ഇൻ ദ വേൾഡ് ആണ് RBI. അവിടെ നമ്മൾക്ക് നിയമത്തിൻ്റെ യഥാർത്ഥ യൂട്ടിലിറ്റിയും അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മളൊരു ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. പിന്നെ ഗ്രേഡ് B പരീക്ഷ എഴുതാൻ നിലവിലുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം മിനിമം നമുക്ക് 2 കൊല്ലത്തെ പ്രാക്ടീസ് വേണം. അപ്പോൾ ഞാനതാ പറയുന്നത്, പ്ലാനിങ് യുവർ കരിയറിൽ നമ്മൾ കഴിഞ്ഞ ഉടനെ അതാ പറഞ്ഞ ഒരു എൻറോൾമെൻറ്റ് പോലും നമുക്ക് മിസ്സാവരുത്. ഒരു സപ്ലി അടിച്ചിട്ട് ഒരു കൊല്ലം പോലും നമുക്ക് പോകരുത്. കാരണം എന്താ, 2 കൊല്ലത്തെ പ്രാക്ടീസ് ആവശ്യമുണ്ട്. ലോ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഇനി അഥവാ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ എനി റെപ്യൂട്ടഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സിലോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസിലോ LIC പോലുള്ള കോർപ്പറേഷൻസിലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചിങ് പ്രാക്ടീസോ നിങ്ങൾക്ക് എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. 32 വയസ്സ് വരെയാണ് ഇതിൻ്റെ കട്ട് ഓഫ് ഉള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, നമ്മൾ ഈ ഏജൊക്കെ അറിഞ്ഞാലേ നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുകയുള്ളൂ. ഇതിൽ 2 പരീക്ഷകളുണ്ട് നമുക്ക്. ഫസ്റ്റ് വൺ, അതിൻ്റെ പ്രധാന പരീക്ഷയിൽ നമുക്ക് ലോ തന്നെയാണ്, ജനറൽ നോളജ് ഓഫ് ലോ ആണ് വരുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ ലോ കോളേജിൽ പഠിക്കുമ്പോൾ സാധാരണ പ്രത്യേകിച്ച് പ്രൊസീജറൽ പേപ്പേഴ്സ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് പഠിക്കുക. ഞാനിതിൻ്റെ സിലബസ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ 11 സബ്ജക്റ്റ് ഈ ഒരു 120 മാർക്കിൻ്റെ ടെസ്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് ജനറൽ നോളജ് ഓഫ് ലോ. സെക്കൻഡ് പാർട്ട് ഈസ് അഗെയിൻ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയാണ് നോക്കുന്നത്. ഇത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ഞാൻ അതന്നെ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, എ കമാൻഡ് ഇൻ ദിസ് ലാംഗ്വേജ് ഓഫ് ഇംഗ്ലീഷ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ഇൻ യുവർ കരിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് 5 കൊല്ലം ഒരു 5 ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ 3 ഇയർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾ ലോ സബ്ജക്ട്സ് സാധാരണ പഠിക്കുന്ന പോലെ പഠിച്ചാൽ പോരാ, സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. അത് മാത്രമല്ല ഇംഗ്ലീഷിലുള്ള നമ്മുടെ നോളജും കൂട്ടണം. അപ്പോൾ RBIയിലെ ഗ്രേഡ് B ലീഗൽ ഓഫീസർ ആകുന്നതിന് വലിയ സ്കോപ്പുണ്ട്. എനിക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അപ്പോൾ ലഭ്യമായ RBIയുടെ സൈറ്റിൽ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ്റെയും നോട്ടിഫിക്കേഷൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഉള്ളതുണ്ട്.
അത് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് താല്പര്യമുള്ളവർ കയറി നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു സാലറി സ്ലാബ് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇൻ 1 ഇയർ ടൈം നമ്മൾ പ്രൊബേഷനൊക്കെ കഴിഞ്ഞ് കൺഫേം ആകുമ്പോഴേക്കും 1.25 lakhs ഒരു സാലറി പാക്കേജിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതിൽ കരിയർ ഗ്രോത്തിന് സാധ്യതകളുണ്ട്. നിയമത്തിൻ്റെ റിയൽ ആപ്ലിക്കേഷൻ അവിടെ സാധ്യതയുണ്ട്. സോ RBIയിലെ ഒരു ഗ്രേഡ് ബി ലീഗൽ ഓഫീസർ ഈസ് വൺ ഓഫ് ദ കരിയേഴ്സ് യു ക്യാൻ ലുക്ക് അറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ലോ. മറ്റൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ യുവർ ലോ എക്സാം ആലോചിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. RBI പോലെ തന്നെ വളരെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള, വളരെ റെലവൻസ് ഉള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ് സെബി എന്ന് നമ്മൾ പറയും, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ ഗ്രേഡ് എ ലീഗൽ ഓഫീസർ വേക്കൻസിയിൽ എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ ഇന്ന് ഉയർന്ന സ്ഥിതിയിൽ ജോലി കിട്ടിയിരിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് പ്ലാൻ ചെയ്ത് അറിഞ്ഞ് ചെയ്യാറില്ല. സെബിയിലും RBIയിലും വരുന്ന വേക്കൻസികളുടെ എണ്ണം വളരെ കുറവാണ്, റിലേറ്റീവ്ലി വളരെ കുറവാണ്. പക്ഷേ സംബഡി ഹൂസ് പ്ലാനിങ് ലോങ് ടേം അതിലെത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. അപ്പോൾ സെബിയിലെ ഗ്രേഡ് എ ഓഫീസർ ആകാൻ എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ഇൻ ലോ വേണം. ഇവിടെയും 2 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എൻറോൾമെൻറ്റ് ചെയ്തിട്ട് ഐദർ യു ഷുഡ് ഹാവ് പ്രാക്ടീസ്ഡ് ആസ് എ ലോയർ, അല്ലെങ്കിൽ ഒരു ലോ ഫേമിൽ 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ്, നിയമബിരുദം, ഇതാണ് സെബിയിലെ ഗ്രേഡ് എ ഓഫീസർക്ക് വേണ്ട ബേസിക് എലിജിബിലിറ്റി. ഇതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ താഴെ അതിൻ്റെ ലിങ്ക് ഇടാം. മൈ ഡിയർ ഫ്രണ്ട്സ്, എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു പോകാൻ പറ്റില്ല. പക്ഷേ മൂന്ന് സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ എക്സാമിനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എ ജനറൽ പ്രിലിംസ് ആണ്, സ്ക്രീനിങ് ആണ്, അത് ജനറൽ എക്സാമാണ്. ഇവിടെയും നമ്മൾ ഇപ്പോൾ ജോബ് സെക്യൂരിറ്റിയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്നത് റീസണിങ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോംപ്രിഹെൻഷനിലേക്ക് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഗ്രാമർ ശരിയാക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് ഫേസിൽ വരുന്നത് ഒരു സ്ക്രീനിങ് ആണ്. അത് ക്ലിയർ ചെയ്തവരെ മാത്രമേ സെക്കൻഡ് ഫേസിൽ വേറെ ലോ ക്വസ്റ്റ്യൻസ് ആർ കമ്മിങ് എടുക്കുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് ഫേസ് സ്ക്രീനിങ്ങിൽ പാസ്സായവർക്ക് ഫേസ് 2ലേക്ക് പോകാം, വേർ യു ആർ ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഓൺ ലോ സബ്ജക്ട്സ്. ഇത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവും കഴിഞ്ഞാലാണ് സെബിയിലേക്ക് എടുക്കുന്നത്. അഗെയിൻ RBIയിൽ ഞാൻ പറഞ്ഞ പോലെ 1.25 lakhs പെർ മന്ത് സാലറി സ്കെയിലിലേക്കാണ് ഇതിലേക്ക് വരുന്നത്. സെബിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റുകൾ കുറവായതുകൊണ്ടും പ്രൊമോഷൻ സ്കോപ്പ് കുറവാണല്ലോ എന്ന് എന്നോട് പറഞ്ഞവരുണ്ട്. ശരിയാണ്. പക്ഷെ നിങ്ങൾ നോക്കണം, നിങ്ങൾ കയറുന്നത് തന്നെ ഗ്രേഡ് എ ഓഫീസറായിട്ടാണ്. ആൻഡ് യുവർ പാക്കേജ് ഈസ് വെരി ഗുഡ്. ഫോർ എവറി 5 years നിങ്ങളുടെ സ്ലാബ് മാറുന്നുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, എഗെയിൻ ഐ റിക്വസ്റ്റ് യു, ഇങ്ങനൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് കുറച്ച് വിശദമായി ആ തന്ന ലിങ്കിൽ പോയി നോക്കിയിട്ട് മനസ്സിലാക്കുക. മൂന്നാമത്, നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തന്നെ ലോ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാനുള്ള മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാതെ ഇതിനാവശ്യമായ രീതിയിലുള്ള മുൻവർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടും കൂടെ ഒന്ന് പഠിക്കുക. മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി, ഈ സെഗ്മെൻറ്റിൽ വേക്കൻസി താരതമ്യേന കൂടുതലാണ്. RBIയിലും സെബിയിലും വളരെ കുറഞ്ഞ പോസ്റ്റുകളെ വരാറുള്ളൂ. ഐ ഡു എഗ്രി. പക്ഷേ ബാങ്കിങ് മേഖലയിൽ ഇപ്പം നമുക്ക് നോക്കിക്കാണാവുന്ന IBPS കണ്ടക്ട് ദിസ് എക്സാം, ലോ ഓഫീസറായിട്ട് നമുക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ കയറി നോക്കിയാൽ തന്നെ കാണാം. ബിക്കോസ് നേരത്തെ പറഞ്ഞ 2 സ്ഥാപനത്തെക്കാൾ കൂടുതൽ തവണ റിക്രൂട്ട്മെൻറ്റും കൂടുതൽ വേക്കൻസിയും ഉള്ള ഒരു മേഖലയാണിത്. ഇതിൻ്റെയും പരീക്ഷയ്ക്ക് 3 ഫേസ് ഉണ്ട്. പ്രിലിമിനറി ഉണ്ട്, മെയിൻസ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടെ മെയിൻസിലാണ്, ഇപ്പോൾ സെബിയുടെ പോലെ തന്നെ മെയിൻസിലാണ് ലീഗൽ പേപ്പറുകൾ കൂടുതലായി വരുന്നത്. പക്ഷേ ഐ വാസ് ഓൾസോ എ സ്റ്റുഡൻറ്റ് ലൈക്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. എനിക്കറിയാം, നമ്മൾ ലോ കോളേജിൽ പഠിക്കുമ്പോൾ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കാഷ്വൽനെസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ബാങ്കിലെ ലോ ഓഫീസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലാവുമല്ലോ. ഒരു ലീഗൽ ഇഷ്യൂവിൽ ചെന്ന് പെടുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യണോ ഇല്ലയോ, ഈ ലോൺ എഗ്രിമെൻറ്റിൽ ഇയാളുടെ റിക്കവറിക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ടൈപ്പിലുള്ള നമ്മൾ അത്ര ഡീപ്പായിട്ടല്ല ചോദിക്കുന്നത്. എന്നാലും
അപ്പോൾ IBPS സ്പെഷ്യൽ ലോ ഓഫീസറിൽ ഞാനൊന്ന് ഊന്നി പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്പർ ഓഫ് വേക്കൻസിയും ഫ്രീക്വൻ്റ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതുമായിട്ടുള്ള ഒരു സാധ്യതയാണിത്. RBIയുടെയോ സെബിയുടെയോ അത്ര ഒരു വലിയ സാലറി പാക്കേജ് ഇല്ല എന്ന് തോന്നുമെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 38,000 മുതൽ 65,000 പെർ മന്ത് പാക്കേജിലേക്ക് നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാം. അറ്റ് യങ് ഏജ് നിങ്ങളൊരു ലോ ഓഫീസറായി കയറുകയാണെങ്കിൽ ബാങ്കിങ് മേഖലയിൽ പ്രൊമോഷന് സ്കോപ്പ് വളരെ കൂടുതലാണ്. കാരണം അറ്റ് ടെൻഡർ ഏജ് യു ബി ദർ, വളരെ എളുപ്പത്തിൽ തന്നെ സീനിയർ ബ്രാഞ്ച് മാനേജറായിട്ടും അതിൻ്റെ ഈവൻ അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലെ ലീഗൽ ഓഫീസറായിട്ട് പോകാം. അപ്പോൾ മൂന്നാമത്തെ ഒരു സാധ്യതയാണ് IBPSൻ്റെ സ്പെഷ്യൽ ലോ ഓഫീസർ എക്സാം എഴുതിക്കൊണ്ട് നമുക്ക് ബാങ്കിങ് സെക്ടറിൽ ജോലി നേടാവുന്നതാണ്. മറ്റൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഐ റിയലി ഡൗട്ട്, കാരണം നമ്മൾ ഈ മേഖലയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ ഈ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് തിരിച്ചറിഞ്ഞത്. ഹൗ മെനി ഓഫ് us നോ മൈ ഗുഡ് ഫ്രണ്ട്സ്, ഇന്ന് ഇന്ത്യയിലെ പല പബ്ലിക് സെക്ടർ യൂണിറ്റുകളും, ഫോർ എക്സാമ്പിൾ ONGC, നാഷണൽ തെർമൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ IOC, ഇതുപോലെയുള്ള ഒരുപാട് ഹ്യൂജ് വേർ ദ ഡിമാൻഡ് ഈസ് വെരി ഹൈ, വേർ ദ റിക്രൂട്ട്മെൻറ്റ് ഈസ് റിലേറ്റീവ്ലി ഹൈ, ഇവരെല്ലാവരും സെപ്പറേറ്റ് പരീക്ഷ നടത്തുന്നതിന് പകരം ക്ലാറ്റിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് എഴുതിയതിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഈ തരം ജോലിക്ക് ആളെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയ ലോ സ്റ്റുഡൻസ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ക്ലാറ്റ് PG എഴുതിയിട്ട് നാഷണൽ ലോ സ്കൂളിൽ LLM ചെയ്യാൻ മാത്രമല്ല ഇപ്പോൾ സ്കോപ്പുള്ളത്. നമുക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്? വേണമെങ്കിൽ നിങ്ങൾക്ക് PGക്ക് പോകാം, അല്ലെങ്കിൽ വളരെ പ്രമുഖമായ ഒരുപാട് ഇപ്പോൾ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, IOCL, ഇവരെല്ലാവരും കഴിഞ്ഞ വർഷത്തെ ഞാൻ എടുത്തു നോക്കി. ദേ ഹാവ് സ്പെസിഫിക്കലി അലോട്ടഡ് ഓർ റിക്രൂട്ടഡ് സ്റ്റുഡൻസ് ഫ്രം ദി ക്ലാറ്റ് PG എക്സാം. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. പബ്ലിക് സെക്ടർ യൂണിറ്റ്സിൽ യുവർ ജോബ് ഈസ് സെക്യൂർഡ് ആൻഡ് യു വിൽ ബി വെരി ഡിലൈറ്റഡ് ടു നോ അതിൻ്റെ ഒരു പാക്കേജ് റേഞ്ച് വരുന്നത് 40,000 to 1,80,000 വരെയാണ് മന്ത്ലി പാക്കേജിൻ്റെ പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊരു ക്ലാറ്റ് PG എഴുതണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റും കോൺട്രാക്റ്റ് ആക്റ്റും അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഒക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്കൂ. നമ്മൾക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ നമുക്ക് സമയനഷ്ടമില്ലാതെ ഇത്തരം പരീക്ഷകൾ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് യു ഷുഡ് ബി എ ഗ്രാജുവേറ്റ് ഇൻ ലോ എന്നാണ്. എക്സ്പീരിയൻസിൻ്റെ ആവശ്യം എവിടെയും പറഞ്ഞു കാണുന്നില്ല. കാരണം എനിബഡി ഹു ക്വാളിഫൈസ് ലോ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ നിങ്ങൾക്ക് ക്ലാറ്റ് PGക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു പുതിയ റീസെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ്. ലാസ്റ്റ് 2-3 years ആയിട്ടേ ഉള്ളൂ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ക്ലാറ്റ് PGയുടെ സ്കോറ് റിലൈ ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ് യു, there also your proficiency in English plays a vital role. That is always why Law Eminence Job Secure ടീം നമ്മളടുത്ത് എൻട്രൻസിന് വരുമ്പോൾ തന്നെ കുട്ടികളോട് പറയാറുണ്ട്, ഇംഗ്ലീഷിൽ വളരെ ശക്തമായ ഒരു അടിത്തറ ഇവിടുന്ന് നൽകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. സോ ക്ലാറ്റ് PG is not for going for LLM. That can take you to a job in public sector units. ഇനി ഞാനൊരു 3 പോസിബിൾ ഓപ്ഷൻസിനെ വളരെ ബ്രീഫായിട്ട് ഒരുമിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ആസ് എ ലോ ഗ്രാജുവേറ്റ്, നിങ്ങൾ 7 വർഷത്തെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് PSC വഴി പരീക്ഷ എഴുതി കിട്ടാവുന്ന, നിലവിലെ സമ്പ്രദായത്തിൽ കിട്ടാവുന്ന ഒരു സാധ്യതയാണ് നിങ്ങൾക്ക് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് സർവീസിൽ കയറാം. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികൾ പറയാറുണ്ട് ലിറ്റിഗേഷനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുമ്പോഴുള്ളൊരു ഗുണം എന്താ പറയുക, യു ആർ ഫൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്, യു ആർ ഫൈറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ വിക്ടിം മോസ്റ്റ് ഓഫ് ദ ടൈംസ്. മാത്രമല്ല ലിറ്റിഗേഷൻ്റെ ഒരു യഥാർത്ഥ ത്രില്ലും ഒരു ഡീപ്പ് നോളജും എക്സ്പ്രഷനും ഒക്കെ അവിടെ സാധ്യമാണ്. അറ്റ് ദ സെയിം ടൈം യു ആർ സെക്യൂർഡ് വിത്ത് എ വെരി ബേസിക് ആൻഡ് സോളിഡ് സാലറി. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുക എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. എന്നാൽ ഗവൺമെൻറ് പ്ലീഡറോ അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള കോടതികളിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നത് നിലവിൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ആണെങ്കിൽ പോലും ഓഫ് കോഴ്സ് അതിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മളുടെ നിയമപരിജ്ഞാനം ഒരു ഘടകം തന്നെയാണ്. സോ ഗെറ്റിംഗ് അപ്പോയിൻറ്റഡ് ആസ് എ പ്രോസിക്യൂട്ടർ ഈസ് വൺ ഓപ്ഷൻ.
രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് ജുഡീഷ്യറിയിലേക്കുള്ള എൻട്രി. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ള മാറ്റത്തിൽ ഇപ്പോൾ വീണ്ടും നമുക്ക് 3 ഇയർ എക്സ്പീരിയൻസ് വേണമെന്ന് വന്നിട്ടുണ്ട്. ജുഡീഷ്യറി താല്പര്യമുള്ളവർക്ക് വളരെ ലൈഫിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഇതാണ്. ഓഫ് കോഴ്സ് സ്ട്രെസ് എലിമെൻ്റ് ഉണ്ട്, നമ്മളുടെ സോഷ്യൽ ലിവിങ്ങിനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ വരുമെങ്കിലും നിലവിൽ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ സാലറി പാറ്റേൺ ഒക്കെ വളരെ അട്രാക്റ്റീവാണ്. അതിനും പ്രിലിംസും ഉണ്ട്, മെയിനും ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ ഇൻ്റർവ്യൂ വളരെ ടെക്നിക്കലാണ്, വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ആസ് എ ജഡ്ജ് ഹൗ വിൽ യു ഡിസൈഡ് ഇൻ എ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് കേട്ടിട്ട് പറയാൻ പറ്റണം. അപ്പോൾ പഠിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റമാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽസ് നമുക്ക് ആർക്കും ഇപ്പോൾ നെറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. മൂന്നാമത്, ഇഫ് യു വിഷ് ടു ബി ദിസ് 2 ആർ ഇൻ ദ ജുഡീഷ്യറി. തേർഡ് വൺ, ഇഫ് യു വിഷ് ടു ബി ഗോയിങ് ടു അക്കാഡമിക്സ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് LLM കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഒരുപാട് സമയം സ്പെൻഡായി പോകുന്നത്. നമ്മൾ LLMന് നെറ്റ് എഴുതണമെങ്കിൽ LLM നിർബന്ധമാണ്. LLMന് നിങ്ങൾ ഫസ്റ്റ് സെം കഴിയുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. UGC നെറ്റ് ലോയിലുള്ള ആളുകൾ മാർക്കറ്റിലെ ഡിമാൻഡ് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവാണ് മറ്റ് സബ്ജക്റ്റിനേക്കാൾ വെച്ചിട്ട്. നമുക്കൊരു UGC നെറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാലറി പാക്കേജ് വളരെ അട്രാക്റ്റീവാണ്. ടീച്ചിങ് ഒരു പാഷനായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു കരിയറാണത്. നിലവിലെ സാഹചര്യത്തിൽ നിയമപഠന മേഖലയിൽ കൂടുതൽ അക്കാഡമിക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറി വരികയാണ്. ഇപ്പോൾ IIT ഖരഗ്പൂർ, അവിടെ ലോ വിങ് തുടങ്ങി. IIM ഇൻഡോർ ലോ ബ്ലെൻഡഡ് മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് പോകുന്നു. പല സർവകലാശാലകളും MBAയും അല്ലെങ്കിൽ BBAയും നിയമവുമായി ബ്ലെൻഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് UGC നെറ്റ് എഴുതിയെടുത്ത ഒരാൾക്ക് അത്തരം ജോലി സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ മൂന്നിൻ്റെയും വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിച്ചാൽ ഈ പരീക്ഷകൾ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും, ഒരു കരിയറും ബിൽഡ് ചെയ്യാൻ പറ്റും. ഒരു ലാസ്റ്റ് കരിയർ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്, JAG എക്സാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പലരും ചിലപ്പോൾ ആർമിയിൽ കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഡിഫൻസിൽ പോകാമെന്നുള്ളത് പലരുടെയും ഒരു ആഗ്രഹമാണ്. പക്ഷേ ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന വലിയ പോസിബിലിറ്റി എന്ന് ഞാൻ പറയില്ല, പക്ഷേ വെരി റെയർ, വളരെ വേക്കൻസി വളരെ കുറവാണ്. പക്ഷേ ഒരു കരിയർ എന്ന നിലയിൽ ഞാൻ എൻ്റെ കുട്ടികളോട് ഇത് കൃത്യമായി സജസ്റ്റ് ചെയ്യും. ബിക്കോസ് അതിൻ്റെ ഒരു പ്രൊമോഷൻ പോസിബിലിറ്റി നോക്കിയാൽ നിങ്ങൾക്ക് കേണലായിട്ട് വരെ റിട്ടയർ ചെയ്യാം. ഷോർട്ട് സർവീസ് ഇതിലാണ് ആദ്യം എടുക്കുക. 10 ഇയേഴ്സാണ് ഷോർട്ട് സർവീസിൽ ഫസ്റ്റ് ടെനറിൽ എടുക്കുകയുള്ളൂ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ആൻഡ് യുവർ റെക്കോർഡ്സ് ആർ ഓക്കെ, 4 ഇയേഴ്സും കൂടെ എക്സ്റ്റൻഷൻ കിട്ടും. അങ്ങനെ 14 ഇയേഴ്സ് ടെനർ കംപ്ലീറ്റ് ആയിട്ട് മിലിറ്ററിയിലെ അല്ലെങ്കിൽ ഡിഫൻസിലെ കംപ്ലീറ്റ് ഇതിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ലെഫ്റ്റനൻറ്റ് കേണൽ ആൻഡ് കേണലൊക്കെ ആകാനുള്ള സാധ്യത ആർമിയിലാണെങ്കിൽ, ഇത് 3 വിങ്ങിലും ഇതിനുള്ള സാധ്യതകളുണ്ട്. ഇതിലും നമുക്ക് ലോ ഗ്രാജുവേഷൻ തന്നെയാണ് അടിസ്ഥാനം. പക്ഷേ ലോ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പോരാ, ഇതിന് നമ്മളെ അവരുടെ SSB സ്ക്രീനിങ് പാസ്സാവണം. SSBയിൽ റിട്ടേൺ ടെസ്റ്റിനേക്കാൾ, അതെല്ലാവരും എഴുതുന്ന അതേ സംഗതിയാണ്. SSBക്ക് അങ്ങനെ ഒരു തകരാറുമുണ്ട്. ചിലപ്പോൾ അവരൊരു ബാച്ചിൽ ആരെയും എടുത്തില്ല എന്ന് വരാം. 4 ദിവസത്തെ വെരി ഗ്രില്ലിങ് ടെസ്റ്റുകളാണ് അതിലുള്ളത്. നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യും, നമ്മുടെ സൈക്കോമെട്രിക് അനാലിസിസ് നടത്തും, നമ്മളുടെ സൈക്കോളജിക്കൽ പ്രിഫറൻസസിനെ കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ടാവും. അതും ക്ലിയർ ചെയ്ത് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്താൽ മാത്രമേ സർവീസിൽ കയറാൻ പറ്റുള്ളൂ. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് കരിയർ. ഇതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ തന്നെ മനസ്സിലാക്കിയത്, യു ഷുഡ് ബി 21 ആൻഡ് യു ഷുഡ് ബി ബിലോ 27 ആൻഡ് യു ഷുഡ് ബി അൺമാരീഡ്. ഇതിലെല്ലാം വന്ന് നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ സർ ലോ എടുത്തിട്ട് എന്താ കാര്യം എന്ന് നിങ്ങൾക്കും തോന്നലുണ്ടാവും, പാരൻസും ചോദിക്കുന്നുണ്ടാവും. അത് ഏത് പരീക്ഷയായാലും ഏത് സബ്ജക്റ്റ് എടുത്താലും ഒരേ ചോദ്യം, ഒരേ പ്രസക്തിയാണ് ആ ചോദ്യത്തിന്. നിങ്ങൾ ആ കോഴ്സിനെ എങ്ങനെ ചെയ്തു എന്നതിലാണ് റെലവൻസ് ഉള്ളത്. ദാറ്റ് ഈസ് വൈ ലോ എമിനൻസ് ജോബ് സെക്യൂർ ഓൾവേസ് ഹൈലൈറ്റ് നെർച്ചർ യുവർ കരിയേഴ്സ് ഇൻ ലോ. ഇവിടെ വന്ന് വെറുതെ എൻട്രൻസിന് പഠിച്ചാൽ പോരാ, അത് പാസ്സായാൽ പോരാ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, റീസണിങ് നിങ്ങൾ വളർത്തിയെടുക്കണം. ഈ പറഞ്ഞ മിക്കവാറും എല്ലാ പരീക്ഷയിലും റീസണിങ് ഉണ്ട്. ന്യൂമറിക്കൽ എബിലിറ്റി എല്ലാ പരീക്ഷയിലും ഉണ്ട്.
ഇംഗ്ലീഷിലെ പ്രാവീണ്യം എല്ലാ പരീക്ഷയിലും ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഓവർവ്യൂ എന്ന നിലയിൽ 6-7 പോസിബിളായിട്ടുള്ള ഗവൺമെൻറ്റിലും പബ്ലിക് സെക്ടറിലുമുള്ള കരിയർ ഓപ്ഷൻസാണ് പറഞ്ഞത്. അതിൽ പറ്റുന്നതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, നിങ്ങളൊരു കരിയറിനെ നോക്കിക്കാണുക, പഠിക്കുന്ന സമയത്തിന് തന്നെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. യു ക്യാൻ നർച്ചർ എ ഗ്രേറ്റ് കരിയർ ഇൻ ലോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.